മുതലപ്പുഴയിൽ പൊഴിമുറിക്കാൻ കർശന നടപടി. ദുരന്ത നിവാരണ നിയമപ്രകാരം പൊഴിമുറിക്കാൻ കളക്ടർ ഉത്തരവിടും. പൊഴിമുറിച്ചില്ലെങ്കിൽ ദുരന്ത സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് തഹസീൽദാറിനോടും ഫിഷറീസ് വകുപ്പിനോടും കളക്ടർ റിപ്പോർട്ട് തേടി. എന്നാൽ പൊഴിമുറിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. പൊഴിമുറിക്കുന്നത് തടയുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, മുതലപ്പുഴയിൽ പൊഴിമുറിക്കൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. അതിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ എതിർപ്പുണ്ട്. പക്ഷേ എതിർപ്പ് അവഗണിച്ചും ദുരന്ത നിവാരണ അതോറിറ്റി നിയമപ്രകാരം മുന്നോട്ട് പോകാനാണോ സർക്കാരിന്റെയും കളക്ടറുടെയും തീരുമാനം? അതിൽ ഉറപ്പായും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിന് പോകേണ്ടി വരും. കാരണം മറുകരയിൽ ശക്തമായ മഴയുണ്ടായാൽ മറുകരയിൽ വെള്ളം കയറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ചിറയൻകീഴ് താലൂക്കിലെ വിവിധ ഇടങ്ങൾ വെള്ളത്തിനടിയിലാകുമെന്നുള്ളതാണ്. ഇവിടെയൊക്കെ കായലിലൊക്കെ വെള്ളം മുതലപ്പുഴ വഴിയാണ് കടലിലേക്ക് പോകുന്നത്. ആ പൊഴി അടഞ്ഞു കിടക്കുന്നതിനാൽ ഒരു തരത്തിലും മറ്റ് സാധ്യതകളില്ല. അപകടം തന്നെയാണ് മുന്നിലുള്ളത് എന്ന വിലയിരുത്തൽ ഫിഷറീസ് വകുപ്പിനുണ്ട്, ജില്ലാ ഭരണകൂടത്തിനുമുണ്ട്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഫിഷറീസ് വകുപ്പിനോടും തഹസിൽദാരോടും റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത് കളക്ടർ. അതിനുശേഷം ദുരന്ത നിവാരണ നിയമപ്രകാരം പൊഴി മുറിക്കും എന്നുള്ളതാണ്. പൊഴി മുറിച്ചാലും മണൽ നീക്കമൊക്കെ വൈകുമെന്ന കാര്യത്തിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ്. മത്സ്യത്തൊഴിലാളികൾക്കും അറിയാം. പൊഴി മാത്രം മുറിച്ച് അപകടം ഒഴിവാക്കി പോയാൽ പോരാ, മണൽ മുഴുവനായി നീക്കണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ പൊഴി മുറിക്കാൻ തൽക്കാലം സമ്മതിക്കില്ല. മണൽ മുഴുവൻ നീക്കിയിട്ടേ ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൊഴി മുറിക്കാൻ പോലീസുകാരൊക്കെ ഇറങ്ങിയപ്പോൾ അവിടെ മത്സ്യത്തൊഴിലാളികൾ തടയുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഒരു ഉത്തരവിനാണ് ഭരണകൂടം ആലോചിക്കുന്നത്. അത് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇങ്ങനെ തടയുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. പൊഴി അടഞ്ഞു തന്നെ കിടന്നാൽ വലിയ അപകടത്തിലേക്കാണ് മുതലപ്പുഴയുടെ മറുകരയിൽ സംഭവിക്കുക എന്നതാണ് വിലയിരുത്തൽ. അരുൺ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ മുതലപ്പുഴി മുറിക്കാനാണ് കളക്ടറുടെ തീരുമാനം. ഇതിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയമം കൂടി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പുഴി മുറിക്കാൻ തീരുമാനമെടുക്കുക. പക്ഷേ ഒരു കാരണവശാലും പുഴി മുറിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. എന്താണ് ഇവിടെ സംഭവിക്കുക എന്നതാണ് അറിയേണ്ടത്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ മരണം മനുഷ്യനിർമ്മിത കൊലപാതകമാണെന്ന് സംയുക്ത സമരസമിതി. അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണം കാരണം മുതലപ്പുഴയിൽ നഷ്ടമായത് 78 മനുഷ്യജീവനുകളാണ്. നീതിക്കായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മരിച്ച പല മത്സ്യത്തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും സമരസമിതി പറയുന്നു. മുഖ്യമന്ത്രിക്കും ഫിഷറീസ് വകുപ്പിനും ഉൾപ്പെടെ സമരസമിതി ഇന്ന് പരാതി നൽകും. പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എത്രയോ അടിയന്തരമായി അവിടുത്തെ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുക, മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്ക് പോകാൻ വേണ്ടി മത്സ്യം പിടിക്കാൻ പോകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക, അദാനിയുമായിട്ടുള്ള ആ കരാറ് നടപ്പിലാക്കുക. ഇതാണ് നമ്മുടെ മുഖ്യ ആവശ്യങ്ങൾ. ഇപ്പോഴും തന്നെ ഇനിയിപ്പോൾ അനുകൂലമായാലും പ്രതികൂലമായാലും അത് ഹൈക്കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള എല്ലാ നടപടികളിലോട്ടും പോയി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സംഘടനകളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നത്. കരാറിൽ പറഞ്ഞത് പോയിരിക്കുന്ന സമയങ്ങളിൽ ഇവർ അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ഒരിക്കലും എടുത്ത് ചെയ്യുന്നതില്ല. അങ്ങനെ വരുമ്പോഴാണ് റബ് സീസൺ ആകുമ്പോൾ അവിടെ കടലാക്രമണം കൂടി മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് മരിക്കുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വമുള്ള കൊലപാതകമെന്നാണ് നമുക്ക് പറയാനുള്ളത്. മരണപ്പെട്ട കുറച്ച് പേർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ കൊണ്ട് അങ്ങനെ കൊടുത്താൽ അത് എന്താകാൻ വേണ്ടിയാ? പിന്നെ മരണപ്പെട്ടവരുടെ മക്കൾക്ക് ജോലി കൊടുക്കണം, അവരുടെ കുടുംബങ്ങളെ ദത്തെടുക്കണം ഗവൺമെൻറ്. ഇത് അങ്ങനെയുള്ള ഒരു അടിയന്തര സഹായങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. നമുക്കൊപ്പം അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. അരുൺ സോളമൻ, മുതലപ്പുഴി ഇപ്പോഴും ഒരു മരണപ്പുഴിയായിട്ട് തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. അവരുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. അവിടെയുള്ള മനുഷ്യർ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കടലിറങ്ങാൻ പോകുന്നത്. മനുഷ്യനിർമ്മിതമായ കൊലപാതകം എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും സമ്മർദ്ദം ശക്തമാക്കാനാണോ മത്സ്യത്തൊഴിലാളികളുടെ നീക്കം? ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും ഈ മുതലപ്പുഴയിൽ നിലവിൽ ഹൈക്കോടതിയിലേക്ക് ഈ സമരസമിതി പരാതിയുമായി മുന്നോട്ട് പോകാൻ നീക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ്. കാരണം ഈ മുതലപ്പുഴയിൽ ഇതുവരെ സംഭവിച്ചത് 78 മരണങ്ങളാണ് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ കണക്ക്. സർക്കാർ ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു കണക്കും പുറത്തുവിടാത്ത ഒരു സാഹചര്യത്തിലാണ് 78 മരണങ്ങളാണ് സംഭവിച്ചതെന്ന് സംയുക്ത സമരസമിതി ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് ഫയൽ ചെയ്യുകയാണ്. അതിൽ മനുഷ്യനിർമ്മിത കൊലപാതകങ്ങളായതുകൊണ്ട് തന്നെ ഇപ്പോൾ നരഹത്യയ്ക്ക് അടക്കമുള്ള
കേസുകളായിരിക്കും ഇപ്പോൾ ചുമത്തുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ തരത്തിലുള്ള നിയമങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ ഈ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു നീക്കമുണ്ടാകുന്നത്. നിലവിൽ ഈ തരത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ മണൽ കുന്നുകൂടി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഫിഷറീസ് വകുപ്പിന് അടക്കമുള്ള ജില്ലാ കളക്ടർക്ക് അടക്കം പരാതി നൽകാനുള്ള ഒരു നീക്കം കൂടി ഇന്ന് നടക്കുകയാണ്. ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഇവർക്കൊക്കെയും പരാതി നൽകും. ഇന്ന് നടക്കുന്ന ക്യാബിനറ്റിൽ ഈ ആവശ്യങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യണമെന്നാണ് ഈ സംയുക്ത സമരസമിതി ആവശ്യപ്പെടുന്നത്. 5 ആവശ്യങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ആവശ്യം തന്നെ ഈ മണൽ നീക്കം ചെയ്ത് എത്രയും വേഗം മത്സ്യത്തൊഴിലാളികളെ പുറംകടലിലേക്ക് പണിക്ക് പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. മറ്റൊന്ന്, ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ നെൽസൺ ഐസക് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നാളിതുവരെ ഇവിടെ നടന്നിട്ടുള്ള 78 കൊലപാതകങ്ങളെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അതിൽ പലർക്കും 10 ലക്ഷം രൂപ നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തെങ്കിലും ആ കുടുംബങ്ങൾക്കൊന്നും തന്നെ പൈസ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, അവരുടെ യാനങ്ങൾക്കും ബോട്ടുകൾക്കും തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ നഷ്ടപരിഹാരം നൽകണം. ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് അവർക്ക് തൊഴിൽ നൽകണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഹാർബർ വന്നതിന് ശേഷമാണ് പരിസ്ഥിതി നാശങ്ങൾ ഒരുപാട് സംഭവിച്ചു. ഈ തീരങ്ങളിൽ തീരശോഷണം സംഭവിച്ചു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ പുറത്തുവിടണം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉത്തരവാദികളായ ആരൊക്കെയാണ് ഉത്തരവാദികൾ? അദാനിയാണെങ്കിൽ അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറുകാർ അവർക്കൊക്കെയും ഈ നടപടി എടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ 5 ആവശ്യങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നു. അത് നിലവിൽ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുണ്ട്. അങ്ങനെ പരിഹരിച്ചാലും ഇല്ലെങ്കിലും നിലവിൽ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെയും ഹൈക്കോടതിയിലും ബോധിപ്പിക്കും എന്നുള്ളതാണ് നിലവിൽ അരുൺ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ നിൽക്കുന്ന ഈ തൊട്ടടുത്ത് എൻ്റെ ഇടത് സൈഡിലാണ് കായൽ. ഈ ഭാഗത്ത് 100-ലധികം വള്ളങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. കഴിഞ്ഞ 1 മാസമായി ഈ വള്ളങ്ങൾക്ക് പുറത്തു പോകാൻ പണിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് കൂടിയാണ് അരുൺ ഈ അവസരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണ്. ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാൻ ചെവി ഉണ്ടാവണം എന്ന് മാത്രമേ നമുക്ക് സർക്കാരിനോട് പറയാനുള്ളൂ. എത്ര കാലമായി ആ മനുഷ്യർ പറയുന്നു, മനുഷ്യനിർമ്മിതമായ കൊലപാതകങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരെ വിട്ടുകൊടുക്കരുതെന്ന് പറയുന്നത് മുതലപ്പുഴയിലെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതേ ഇല്ലല്ലോ. വിഴിഞ്ഞത്ത് കപ്പലൊക്കെ വന്നുപോയി, പക്ഷേ വിഴിഞ്ഞത്ത് അദാനി കൊടുത്ത ഉറപ്പുകളൊക്കെ എവിടെ? ആർക്കറിയാം. ആ ഉറപ്പുകൾ പാലിക്കാൻ അദാനിക്ക് കഴിയാതെ പോകുമ്പോൾ അവരോട് നിർദ്ദേശിക്കണം. സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്, പക്ഷേ അത് വേണ്ട വിധത്തിൽ ശക്തമായിട്ടാണോ എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ സംശയവും.